താൻ എല്ലാവരോടും സ്വതന്ത്രമായി പെരുമാറുന്ന ആളാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മുന്നണിക്കും പാർട്ടിക്കും ദോഷം ചെയ്യുന്നതൊന്നും ചെയ്തിട്ടില്ല. തനിക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും എ കെ ശശീന്ദ്രൻ. മന്ത്രി അശ്ലീല ചുവയുള്ള സംഭാഷണം നടത്തിയെന്ന ഒരു മാധ്യമം വാർത്ത പുറത്തുവിട്ട സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെപ്പോലത്തെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല. എന്താണ് കാര്യമെന്ന് ഞാനൊന്നും മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് എത്രത്തോളം ശരിയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഈ സംഭാഷണ ശകലങ്ങൾ എങ്ങനെ വന്നതാണെന്നും എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും വരെ ഞാൻ എല്ലാവരോടും വളരെ ഫ്രീ ആയി വർത്തമാനം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും അങ്ങനെ ഇപ്പം എനിക്കത് കാരണം നിങ്ങളാദ്യമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരം കാര്യമാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് ഒന്ന് ആലോചിക്കാതെ പറയാൻ സാധിക്കില്ല. എന്താണെന്ന് ഞാനത് മനസ്സിലാക്കട്ടെ. തീർച്ചയായും പിന്നെ അതിനെപ്പറ്റി എന്തായാലും അതിനകത്തുള്ളൊരു പ്രശ്നം ഗവൺമെൻറ്റിനോ മുന്നണിക്കോ എൻ്റെ പാർട്ടിക്കോ ക്ഷീണം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സാറിന് ലഭിച്ച ഒരു പരാതി, ആ പരാതി തന്ന ഒരു വീട്ടമ്മയെ സാർ ടെലിഫോണിലൂടെ വിളിച്ച് അവരുമായുള്ളൊരു സംഭാഷണമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ലൈംഗിക ചുവയുള്ള സംഭാഷണമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള ടെലിഫോൺ സംഭാഷണം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ആളുകൾ തരുന്നതല്ലേ അപ്പം ഞാൻ എല്ലാവരോടും വളരെ നിങ്ങൾക്ക് കോഴിക്കോട് പത്രക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഞാൻ എല്ലാവരോടും വളരെ എന്താ പറയുക യാതൊരു വളച്ചു കെട്ടുമൊന്നും ഇല്ലാതെ ഒരു വർത്തമാനം പറയുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. ഇനി എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ എന്തായാലും മറ്റൊരു തരത്തിൽ അത് അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഴ്ചയായിട്ടല്ലാതെ ഞാൻ അതിന് മറ്റാർക്കും എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടാക്കത്തക്ക വിധത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല എന്നാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് വാർത്ത കൊടുത്തവർ ഈ മംഗളത്തിൻ്റെ ആളുകളും ഞാനുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. ഇന്നലെ അവർ പ്രത്യേകമായി എന്നെ മലപ്പുറത്ത് വിളിച്ച് സ്ത്രീ സുരക്ഷയുമായിട്ട് എൻ്റെ ഒരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രാമധ്യേ പുലാമന്തവളിൽ LDF പരിപാടികൾക്ക് പങ്കെടുക്കാൻ പോകുന്നതിനിടയിൽ മലപ്പുറത്ത് ഞാൻ ഓടുന്ന റോഡിൻ്റെ ഞാൻ കണ്ടുമുട്ടാവുന്ന സ്ഥലം വെച്ച് എന്നെ കാണണമെന്ന് പറയുകയും അവർ എൻ്റെ സ്ത്രീ സുരക്ഷയായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ബൈറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ അതെന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. അതെന്തിനായിരുന്നു എന്ന്. വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും തിരുവനന്തപുരത്തു നിന്നും. സുനിൽ, ഒരു മാധ്യമം അവരുടെ ഉദ്ഘാടന ദിവസം പുറത്തുവിട്ട ഒരു വാർത്ത, അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വളരെ ഗൗരവതരമായി നിലവിൽ കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആരോപണ വിധേയനായ ആ വാർത്തയിൽ ആരോപിക്കപ്പെട്ട മന്ത്രി പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ? മനു, ഇന്ന് ഒരു സ്വകാര്യ ചാനൽ അവരുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നൽകിയത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു സ്ത്രീയുമായി ലൈംഗിക ചുവയുള്ള വർത്തമാനം നടത്തുന്നു എന്നുള്ള ക്ലിപ്പിംഗ്, അതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് ആണ് അവർ പുറത്തുവിട്ടുകൊണ്ട് ഇന്ന് ഇത്തരത്തിലൊരു വാർത്ത നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് തന്നെയാണ് കോഴിക്കോട് മന്ത്രി പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ മന്ത്രി 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് സംസ്ഥാന കമ്മിറ്റി ഉച്ചയൂണിനായി പിരിയുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു ചാനലിൽ വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇക്കാര്യം പരിശോധിച്ച ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാനാവുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു സംഭവം വാർത്തയായി വന്നതുകൊണ്ട് തന്നെ ഇത് 2 കക്ഷികളോടും ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് പോവുകയുള്ളൂ എന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ എ കെ ശശീന്ദ്രൻ വിളിച്ചിരുന്നു എന്നും ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. ഇങ്ങ് വരുന്ന സമയത്ത്, അതായത് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം എന്നതാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നും അദ്ദേഹം തന്നെയാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ
ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനകത്ത് വിവിധ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താൻ തയ്യാറായി. മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ സന്ദേശം വന്നിരിക്കുന്നു. AK ശശീന്ദ്രൻ 3 മണിക്കാണ് മാധ്യമങ്ങളെ കാണാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടരുക സുനിൽ. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വളരെ വേഗത്തിൽ തിരികെ വരാം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക്. ഒരു ചാനൽ മന്ത്രി AK ശശീന്ദ്രനെ കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് വസ്തുത എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളോടും എന്താണ് എന്നത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയൂ. ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇത് ഏത് തരത്തിലാണ് ഉയർന്നു വന്നത് എന്നാദ്യം പറയണമല്ലോ, അതാദ്യം അറിയണമല്ലോ. ഇങ്ങനെ ഉയർന്നു വന്ന കാര്യത്തിൽ വസ്തുതയുണ്ടെങ്കിലാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുള്ളതാണോ എന്നുള്ളതടക്കം പരിശോധിക്കണ്ടേ. ആ പരിശോധന നടക്കട്ടെ. AK ശശീന്ദ്രൻ എന്നെ വിളിച്ചു. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ, മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. സർക്കാരിന്റെ പ്രതികരണം ആ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഒരു ആരോപണം വന്നിരിക്കുന്നു, അത് ഏത് സാഹചര്യത്തിൽ വന്നിരിക്കുന്നു, അതെങ്ങനെ ഉണ്ടായിരിക്കുന്നു, 2 വശങ്ങൾ അതിൽ തേടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്വാഭാവികമായും അതിൽ വ്യക്തത വരുള്ളൂ. കാരണം ആരോപണ വിധേയനായ ഒരാൾ നിൽക്കുന്നു, മറുവശത്ത് ഒരാൾ ഏതായാലും ഉണ്ടാകുമല്ലോ ഇതിൽ സംഭാഷണത്തിൽ പങ്കെടുത്ത. അപ്പോൾ അവരുടെ ഭാഗം കൂടി കേട്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം വരുള്ളൂ. ആ രീതിയിൽ തന്നെയാണോ സർക്കാർ വൃത്തങ്ങളും ഒപ്പം മന്ത്രിയും ഇതിനെ കാണുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു. കാരണം ഇത് ഒരു അശ്ലീല ചുവയുള്ള സംസാരത്തിൻ്റെ ഒരു ഏകദേശം 8 മിനിറ്റോളം ഉള്ള ഒരു ശബ്ദ സംപ്രേഷണമാണ് ഈ ചാനൽ അവരുടെ വാർത്തയുമായി, ബ്രേക്കിംഗ് വാർത്തയായി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് എങ്ങനെ വന്നു എന്നുള്ളതും ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ആരോപണ അല്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ച ആളോട് തന്നെ ചോദിക്കണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. താൻ എല്ലാവരോടും സ്വതന്ത്രമായ രീതിയിൽ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി. ഒരു നിമിഷം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അതിനുശേഷം തിരികെ വരാം വളരെ വേഗത്തിൽ. ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒന്നാണ്. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് അടിയന്തര നടപടിയിലേക്ക് നീങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരള സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഈ ഗവൺമെൻറ് കാലത്ത് വ്യാപകമാവുകയാണ്. ആ സന്ദർഭത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ പേരിൽ തന്നെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. ഏതായാലും വൈകാതെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്ന ശേഷം ഓരോ മന്ത്രിമാരുടെയും രാജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ ഒരു പൊതു സ്വഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രിമാരുടെ വിശ്വാസ്യതയും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള ഗുരുതരമായ ചോദ്യചിഹ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഓരോ സംഭവങ്ങളും നമ്മളതാണ് കാണിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ 15 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പേര് ഉള്ള കേസുകളിൽ കൃത്യവിലോപം കാട്ടിയതിന് പുറത്താക്കേണ്ടി വന്നു. ഗവൺമെന്റ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ പേരിൽ തന്നെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് സ്ത്രീ സുരക്ഷ നൽകുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാനോ മന്ത്രിമാരെ കണ്ട് പരാതി പോലും പറയാനോ
കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഏതായാലും മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. നാളെ ഞാൻ മൂന്നാറിലേക്ക് ഇപ്പോൾ തിരിക്കുകയാണ്. മൂന്നാർ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അനധികൃതമായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതായാലും വിഷയത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കും എന്ന് ഉറ്റുനോക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരേണ്ട ആരോപണങ്ങൾ തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അത് മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ, ഏതായാലും അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതായിരിക്കും, ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞത് സുനിൽ, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു, മന്ത്രിയുടെ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു പക്ഷേ 3 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നു. മുന്നണിക്കും സർക്കാരിനും ദോഷകരമായതൊന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു നിമിഷം, ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു മാധ്യമം അവരുടെ ഉദ്ഘാടന ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ വളരെ ഗൗരവതരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കപ്പെടുകയും വേണം. അതിൻ്റെ ആധികാരികത അടക്കമുള്ള കാര്യങ്ങൾ, അതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ. കാരണം ഒരു വേർഷൻ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, മറുഭാഗത്ത് എന്താണ് സംഭാഷണം എന്ന് നമ്മൾ കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? അതിന്റെ വിശദാംശങ്ങളൊക്കെ ആ ചാനൽ തന്നെ പുറത്തേക്ക് വിട്ടത് ഞാനൊക്കെ കണ്ടതാണ്, കണ്ടു കഴിഞ്ഞതാണ്. ഏതായാലും അതേ സംബന്ധിച്ച് നമുക്ക് ചില ശാസ്ത്രീയമായ പരിശോധനാ വിധങ്ങൾ സാധ്യമാണ് മനു. അതേ സംബന്ധിച്ച് ഫോറൻസിക് വിഭാഗത്തിൽ അയച്ചാൽ അതിന്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിലൊക്കെ ഇന്ത്യൻ സിറ്റുവേഷനിൽ തന്നെ നിലനിർത്തിയിട്ടുള്ള പൊതുവായ ഒരു ധാർമ്മിക മര്യാദയുടെ പശ്ചാത്തലമുണ്ട്. ഭരിക്കുന്നവർ, സത്യത്തിൽ മന്ത്രിമാരായിട്ടൊക്കെ വരുന്നവർ, അവരെ ആരെങ്കിലും PSC ടെസ്റ്റ് വഴി നടത്തിയെടുക്കുന്നതല്ല, നിർബന്ധിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതുമല്ല. അവർ പൊതുസേവനത്തിന് സന്നദ്ധരായി വരുന്നവരാണ്. സന്നദ്ധരിൽ നിന്നാണ് മന്ത്രിമാരൊക്കെ ഉണ്ടാവുന്നത്. സന്നദ്ധരാകുമ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നുമുള്ള നിലപാടെടുക്കുന്ന അത് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലും അവർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നിലവിലുള്ള സാമാന്യ ധാർമ്മിക മര്യാദകൾ പാലിക്കാൻ മറ്റാരേക്കാളും അവർ ബാധ്യസ്ഥരാണ്. ഞാനൊരു ഉദാഹരണം പറയാം. VS അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരേ പാർട്ടിയിൽ നിന്ന് അടുത്തടുത്ത് 2 മന്ത്രിമാർ പുറത്തേക്ക് പോകേണ്ടി വന്നു. ഒന്ന് PJ ജോസഫ്, കുരുവിളയും. രണ്ടും ധാർമ്മികമല്ലാത്ത കാര്യം. ഒന്ന് ധാർമ്മിക സദാചാര പ്രശ്നമാണെങ്കിൽ മറ്റൊന്ന് ഒരു കേസുമായി ബന്ധിപ്പിച്ച് മന്ത്രി അധികാരത്തിലിരിക്കുന്ന ധാർമ്മികമല്ല എന്ന നിലയ്ക്കാണ് രാജിക്ക് നിർബന്ധിതമായതും രാജിവെച്ചതും. അതാണ് അന്തസ്സായ രീതി. പിന്നീടൊരു മുഖ്യമന്ത്രിയെ നാം കണ്ടു, ഉമ്മൻചാണ്ടി എന്നാണല്ലോ പേര്. അദ്ദേഹം രാജിവെക്കാൻ അറിഞ്ഞുകൂടാത്ത ആളാണ്. നിയമത്തിന്റെ വഴിക്ക് പോയിരുന്ന ആളായിരുന്നു. അല്ല, നിയമത്തിന്റെ വഴിക്കും മനസാക്ഷിയുടെ വഴിക്കും എന്നൊക്കെ പറയും. ഒരിക്കലും അദ്ദേഹം പോലീസുകാരോട് കുറ്റപ്പെടുത്തത്തില്ല, ആരെയും കുറ്റപ്പെടുത്തത്തില്ല. കാരണം അദ്ദേഹം തന്നെയായിരുന്നു ഈ അഴിമതി രാജിന്റെ മുഖ്യൻ. അതുകൊണ്ട് എല്ലാവരും അഴിമതി നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം തന്നെ ആയിരുന്നു അധാർമിക പ്രവർത്തനങ്ങൾ പശ്ചാത്തലമാക്കി ക്ലിഫ് ഹൗസിനെ തന്നെ ഉപയോഗിച്ചത് എന്നാരെങ്കിലും ആക്ഷേപിച്ചിട്ടെങ്കിലും ഉണ്ടല്ലോ. അതിനുള്ള തെളിവും പുറത്താക്കി വന്നിരുന്നല്ലോ. മറിച്ച് എല്ലാവരും അധാർമികരാകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അത് സാധ്യമല്ല. ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ശശീന്ദ്രൻ എന്ത് ചെയ്തു ചെയ്തില്ല എന്നതല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ആക്ഷേപം വരുമ്പോൾ അദ്ദേഹം മാറി നിന്ന് അത് പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അദ്ദേഹം മാറി നിൽക്കട്ടെ. പരിശോധിക്കുമ്പോൾ അധികം പരിശോധിക്കണമെന്നില്ല, ഫോറൻസിക് ടെസ്റ്റ് മാത്രം മതിയാവും. അതിനേക്കാളൊക്കെ ഉപരി സത്യത്തിൽ വസ്തുതാപരമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ശ്രീ ശശീന്ദ്രന് തന്നെയാണ്. അദ്ദേഹം അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഏറ്റവും എളുപ്പം രാജി സമർപ്പിക്കുന്നതാണ്. ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴും ചരിത്രത്തിലും, അത് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയുന്നു, ചരിത്രത്തിലും നിലനിർത്തിയിട്ടുള്ളതും കോൺഗ്രസ് സർക്കാരിന് ഒരിക്കലും കഴിയാത്തതും അധികാര ദുരാഗ്രഹം കൊണ്ട് കഴിയാത്തതുമായ ധാർമ്മികമായ രീതി. ഒരു പക്ഷേ ഈ സർക്കാരിൽ തന്നെ ആ ധാർമ്മികത മുഖ്യമന്ത്രി തെളിയിപ്പിച്ചിട്ടും നമുക്കറിയാം. ആ കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ സർക്കാർ തന്നെ ആ ധാർമ്മികത തെളിയിച്ചിട്ടുണ്ട്. ഒരു ആരോപണം വന്നപ്പോൾ അത് മാറി നിന്ന് പരിശോധിക്കട്ടെ എന്ന നിലപാട് ഈ സർക്കാർ എടുത്തിട്ടുമുണ്ട്. ഒരു പക്ഷേ ഇനിയും താങ്കളെ പോലുള്ളവർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത്, ഒരു ആരോപണം വന്നു, അത് വന്നെങ്കിൽ അത് മാറി നിന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ആ ധൈര്യമാണോ താങ്കൾ പറയുന്നത്? നിശ്ചയമായും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഞങ്ങൾക്ക്
ഇടതൂർന്ന ബന്ധമുണ്ട്, നാഭീനാള ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതാണ്. ഉമ്മൻചാണ്ടി ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഡബിൾ സ്പിരിറ്റിൽ ഈ സർക്കാർ ചെയ്യേണ്ടതാണ്. ഒരു കാര്യത്തിൽ മനു പറഞ്ഞതുമാതിരി അവർ തെളിയിച്ചിട്ടുള്ളതുമാണ്. അത് തന്നെ സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മറ്റു ചില ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു താങ്കൾ എന്നോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുമായി കൂട്ടിച്ചേർത്ത് നമുക്ക് ചിന്തിച്ചാൽ അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി, ഇതൊക്കെ തെളിയിക്കുന്നത്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതൊക്കെ തെളിയിക്കുന്നത് ഈ സ്ത്രീകളോടുള്ള സർക്കാരിന്റെ നിലപാട്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയിൽ സർക്കാരിന്റെ നിലപാട് തെറ്റാണ്, സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് എന്ത് യോഗ്യതയാണ് അത് പറയാൻ ഉള്ളത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടാൻ സാധ്യതകളില്ലേ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബിരുദനാണ്. അദ്ദേഹം പറഞ്ഞത് അറിയാമല്ലോ മനു. 13 പോലീസുകാരെ നടപടിയെടുത്ത് മാറ്റി നിർത്തിയപ്പോൾ അതും സ്ത്രീ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെട്ട ലൈംഗിക പീഡനത്തിന്റെ കേസുകളിൽ തെറ്റായ സമീപനം എടുത്തെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം അതിനെ നോക്കിക്കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? 13 പോലീസുകാരെ മാറ്റേണ്ടി വരുന്ന തരത്തിൽ ക്രമസമാധാന പ്രശ്നം തകർന്നിരിക്കുന്നു കേരളത്തിൽ എന്നാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒരു നിമിഷം തുടരുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉഴവൂർ വിജയൻ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഇത്തരത്തിൽ താങ്കളുടെ പാർട്ടിയിലുള്ള ഒരു മന്ത്രിക്കെതിരെ, ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഒരു മാധ്യമം അവരുടെ വാർത്തയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. അതിന്റെ പ്രാഥമിക സംഭാഷണമൊക്കെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം പരിശോധിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും അപാകത മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്നാലും LDF ആയിരുന്നാലും ആര് കുറ്റം ചെയ്താലും അത് മന്ത്രിയാണോ മറ്റാരെങ്കിലുമാണോ ഉന്നത വ്യക്തികളോ വല്ലതും ആണോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അഭിപ്രായം പറയും. മുഖ്യമന്ത്രിയോ പാർട്ടി പ്രസിഡന്റോ പറയാതെ തന്നെ AK ശശീന്ദ്രന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ആ കാര്യത്തില് പാർട്ടിയുടെ അന്തസ്സും മുന്നണിയുടെ അന്തസ്സും ഗവൺമെന്റിന്റെ അന്തസ്സും കാത്തുരക്ഷിക്കത്തക്ക രീതിയിലുള്ള ഉചിതമായ തീരുമാനം ഇന്ന് തന്നെ അദ്ദേഹം എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിലെ മറ്റു വശങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കടന്നു സംസാരിക്കുമ്പോൾ നമ്മളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളൊരു നിലയിലോട്ട് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വാദിക്കാനൊന്നും ഈ സമയത്ത് തയ്യാറാകുന്നില്ല. ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പ്രത്യേക ഒരു പരിശോധന കാര്യങ്ങൾ അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ. ഇത് അങ്ങനെയുള്ളൊരു വിഷയമല്ലല്ലോ. ഒരു അഴിമതി കേസാണെങ്കിൽ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് വേറൊരു വിഷയമായതുകൊണ്ട്, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിൽ മന്ത്രി തന്നെ തീരുമാനിക്കട്ടെ. മന്ത്രി അത് തീരുമാനിച്ചിരിക്കും. ആ കാര്യത്തിൽ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മന്ത്രിയെ നന്നായി അറിയാവുന്ന ഒരാളെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. ഏതാനും മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ അതിൽ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത മന്ത്രി തന്നെ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പാർട്ടിയുടെ അന്തസ്സും മുന്നണിയുടെ അന്തസ്സും ഒക്കെ കാത്തുരക്ഷിക്കത്തക്ക നിലയില് ഉള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക. ആ കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. ശരി ശ്രീ ഉഴവൂർ വിജയൻ, ഞാൻ താങ്കളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏതായാലും നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിയുടെ പ്രതികരണം വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ആ ധാർമ്മികത മുൻനിർത്തി പ്രവർത്തിക്കും എന്ന രീതിയിൽ തന്നെ താങ്കളുടെ പാർട്ടിയുടെ നിലപാടും ആ വിഷയത്തിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മൾ പറഞ്ഞു വന്ന ആ രീതിയിൽ തന്നെയാണ് ഇതിൽ നിയമത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അപ്പുറം ധാർമ്മികത എന്ന ആ മൂല്യം, അതിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീ ഉഴവൂർ വിജയനും സംസാരിച്ചത്. നമ്മൾ പറഞ്ഞു വച്ചതും അത് തന്നെയായിരുന്നു. അതിന്റെ തുടർച്ചയിലേക്ക് ശ്രീ ഭാസുരേന്ദ്ര ബാബു. അതിനകത്ത് ഈ ധാർമ്മിക സദാചാര പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പം അതിൽ ഇടപെട്ട ആളുകൾക്ക് മാത്രമേ അതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. ഒന്ന്, ഇവിടെ ആരോപിതനായ മന്ത്രിയാണ്, മറ്റൊരു സ്ത്രീയാണ്. അത് അപ്പൊ നമുക്ക് ഇവിടെ മന്ത്രി പ്രധാനമായി വരുന്നത് ഇത്തരം ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ മനു. ഇവിടെ മന്ത്രി ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്കത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാകുന്നു. 2, മന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂടാത്തതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൂടാത്തതാണ്.
ഇതാണല്ലോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ധാരണയും ഇടതുപക്ഷം നിലനിർത്തിയിട്ടുള്ളതുമായ ആർജവമുള്ള, അന്തസ്സുള്ള, ആണത്വമുള്ളതും ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും അറിഞ്ഞുകൂടാത്തതും ആയ കാര്യം ഇതാണല്ലോ നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെ വെക്കുന്ന സാഹചര്യത്തിൽ 3 മണിക്ക് അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഉദയ് വിജയൻ ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പറയാതെ അദ്ദേഹം പറഞ്ഞു വെച്ചത് 3 മണിക്ക് ശ്രീ ശശീന്ദ്രൻ രാജി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ്. ഏതായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ദയവായി താങ്കൾ തുടരുക. കാരണം താങ്കളുടെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ഈ വാർത്തയിൽ തുടർ ചർച്ചയിൽ വേണം. തുടരുക. നമുക്കൊരു ഇടവേള വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. ഏതായാലും മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഒരു മാധ്യമത്തിലൂടെ ഉയർന്നു വന്ന ആക്ഷേപത്തിന്റെ വസ്തുതകൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിരവധി വശങ്ങൾ ഏതായാലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത്. ഏതായാലും ധാർമ്മികമായ ചില കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നു. അങ്ങനെ പല വശങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മന്ത്രി ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. അവിടെ നിന്ന് സിജു കണ്ണൻ ചേരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സിജു, 3 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം രാജി സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന സൂചനകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനത്തിലേക്കായിരിക്കും 3 മണിക്ക് സമകാലിക രാഷ്ട്രീയം കടന്നു ചെല്ലുക. മനു, മന്ത്രി എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഒരു ചാനൽ വഴി പുറത്തു വന്നത് മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മന്ത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. ഈ വിഷയം ചർച്ചയായി വന്ന സമയത്ത് തന്നെ അതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. മാധ്യമപ്രവർത്തകരെ നേരിട്ട് കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സൂചിപ്പിച്ചത് സർക്കാരിനോ മുന്നണിക്കോ ദോഷകരമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും തന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് മന്ത്രി ആ സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 3 മണിയോടുകൂടി മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് രാജി സന്നദ്ധത മുന്നണിക്കകത്ത് മന്ത്രിസഭയിലും തന്റെ രാജി സന്നദ്ധത എ കെ ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വശം മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഒരു ഫോൺ സംഭാഷണമാണ്, മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനുമപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു രീതിയിലുള്ള പരാതികളോ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുമായി ആരെങ്കിലും രംഗത്തെത്തിയതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒരു ചർച്ചയാകുന്നതും. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് അതിനെതിരായി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അത്തരത്തിലൊരു പരാതിയോ മറ്റു കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മന്ത്രി തന്നെ അനൌദ്യോഗികമായി നമുക്ക് മന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ചതിക്കപ്പെട്ടതാണെന്ന് ഉൾപ്പെടെയുള്ള തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് മന്ത്രിയുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് ഉള്ള ഒരു നിലപാട് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ, അതും ഇടതുപക്ഷ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയുടെ ഒരു മന്ത്രി എന്ന നിലയിൽ ആ പദവിയിൽ ഇരിക്കുമ്പോൾ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും ചെറിയ രീതിയിൽ പോലും സർക്കാരിനെ ഈ വിഷയം ഇത്തരം വിവാദങ്ങളോ മറ്റു വിഷയങ്ങളോ ബാധിക്കാൻ പാടില്ല എന്നൊരു നിലപാടായിരിക്കും എ കെ ശശീന്ദ്രൻ സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഈ 3 മണിക്ക് വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എ കെ ശശീന്ദ്രൻ തന്റെ രാജി സന്നദ്ധത അറിയിക്കും. നേരത്തെ ഈ വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ എ കെ ശശീന്ദ്രൻ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ പരമാവധി മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, തന്റെ നിലപാട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ സി പിക്കകത്തും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നേരത്തെ ഉഴവൂർ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇടതുപക്ഷ സർക്കാരിലെ മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടും മുന്നണിയിലെ മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും
LDF സർക്കാരിന് മറ്റേതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കാതെ ഈ വിഷയത്തിൽ ധാർമ്മികതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് മന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അവശേഷിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി തന്റെ നിലപാട് ഈ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി, ഞാൻ വരാം സിജുവിലേക്ക്. നമുക്ക് വരും നിമിഷങ്ങളിൽ കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം 3 മണിക്ക് അവിടെയാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ രാജ്യസന്നദ്ധത അറിയിച്ചതായുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുടെ നടുവിലാണ് വാർത്താ സമ്മേളനത്തിലേക്ക് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് വളരെ വേഗത്തിൽ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേള വളരെ വേഗത്തിൽ അനിവാര്യമായിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ കൂടി ലൈനിൽ ദയവായി തുടരുക. താങ്കളിലേക്ക് വളരെ വേഗം വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒരിക്കൽ കൂടി ചേർന്നുണ്ട് നമ്മോടൊപ്പം വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് രാവിലെ ഒരു മാധ്യമം ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു, നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. മറുവശത്ത് ശബ്ദമില്ല, മുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതിന്റെ മറ്റ് സാധ്യതകൾ കൂടി അല്ലെങ്കിൽ മറ്റു വശങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കാരണം അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും ചതിക്കപ്പെട്ടതാണ് എന്നൊരു വികാരം മന്ത്രി പങ്കുവച്ചതായി സിജു അവിടെ നിന്ന് മന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ പങ്കുവച്ചതായി സിജു അവിടെ നിന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി വരും നിമിഷങ്ങളിൽ കണക്കിലെടുക്കേണ്ടേ രാഷ്ട്രീയ കേരളം? നിശ്ചയമായും ഇത്തരം ഒരു ആക്ഷേപത്തിന്റെ അടിസ്ഥാനം എന്ത് എന്ന് അന്വേഷിക്കാതെ നമുക്ക് അതേക്കുറിച്ച് ചില ജഡ്ജ്മെന്റുകളിൽ എത്താനാകില്ല. ഇവിടെ എന്താണ് ലഭിച്ചിരിക്കുന്നത്? ഒരു സംഭാഷണ ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സംഭാഷണ ഭാഗം സത്യത്തിലെ സത്യസന്ധമാണോ അതോ മാനിപ്പുലേറ്റ് ചെയ്ത് കേൾപ്പിക്കുന്നതാണോ എന്നത് ഒരു ഫോറൻസിക് പരിശോധനയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ ഫോറൻസിക് പരിശോധനയ്ക്ക് സംഭാഷണ ഭാഗം പ്രസാദനം ചെയ്ത മാധ്യമം തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അത്രത്തോളം അതിന്റെ ആധികാരികത അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു തുറന്ന മാധ്യമം എന്ന നിലയ്ക്ക് അതിന്റെ മുഖവിലേക്ക് അത് എടുക്കാവുന്നതാണ്. ഒന്ന്. മറ്റൊന്ന്, ഇതുമായി ബന്ധിപ്പിച്ച് മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം ഇത് ശരിയല്ല, തെറ്റായ ഒരു വാർത്തയാണെന്നോ ഇത് ഇല്ലാത്ത ഒരു വാർത്തയുടെ സൃഷ്ടിയാണെന്നോ ഒന്നും പറഞ്ഞതേയില്ല അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. അതാണ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ ശരി തെറ്റുകൾ പറയാനാവുകയുള്ളൂ. കാരണം ഇതിന് ഇത്തരം സംഭവങ്ങൾക്ക് നേരിട്ടുള്ളൊരു ദൃക്സാക്ഷി ഉണ്ടാവില്ല. അത്രത്തോളം സ്വകീയവും സ്വകാര്യവും ആയ സംഭാഷണങ്ങളാണിതെല്ലാം. അങ്ങനെ വരുമ്പം ഇത് സാധാരണ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്നതാണ് മനു. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അത് നടത്തിക്കൂടാത്തതാണ്. കാരണം മന്ത്രി ഏറ്റെടുത്ത ഉത്തരവാദിത്വം അദ്ദേഹം ചൊല്ലിക്കൊടുക്കുമ്പോൾ ഏറ്റുപറഞ്ഞ സത്യപ്രതിജ്ഞ, ഇതൊക്കെ തന്നെ ഈ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതിന് മന്ത്രിയെ തടയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ ഉന്നതമായ ഒരു വിളംബരമായി തന്നെ മന്ത്രിയും മന്ത്രിയുടെ സ്ഥാപനവും നിലനിൽക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പ്രധാനമായും പറയുന്നത്. ഈ 2-3 ഘടകങ്ങൾ മന്ത്രിയുടെ ആദ്യ പ്രകടനത്തിൽ അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് TJ ജോസഫിനോട് എങ്ങനെയാണോ അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തത് അതേമാതിരി തന്നെ ഇതുമായി ബന്ധിപ്പിച്ച് രാജി ആവശ്യപ്പെടേണ്ടതാണ്. അതൊന്ന്, അത് മുഖ്യമന്ത്രിയുടെ പക്ഷത്ത് നിന്ന്. അത് മറ്റൊന്ന്, ഇത് മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. 3 മണിക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ച് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഈ അങ്ങേയറ്റം നിഷ്പക്ഷമായ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു നിമിഷം ദയവായി ഒരു നിമിഷം താങ്കൾ ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ മാണി കാപ്പൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. AK ശശീന്ദ്രനെ വളരെ അധികം അറിയാവുന്ന നേതാവ് കൂടിയാണ് ശ്രീ മാണി കാപ്പൻ. ശ്രീ മാണി കാപ്പൻ, എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പറയാനുള്ളത്? വലിയൊരു ആരോപണമാണ് ശ്രീ AK ശശീന്ദ്രനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്റെ പലവിധ വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? NCPയുടെ നേതാവും മന്ത്രിയും എന്ന നിലയിൽ ശ്രീ AK ശശീന്ദ്രൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിക്കോ മുന്നണിക്കോ ദൂഷ്യം വരുന്ന ഒരു നടപടികൾക്കും അദ്ദേഹമില്ല. അതിനർത്ഥം അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് തന്നെ. കേസിന്റെ സാങ്കേതിക വശങ്ങളും ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് അന്വേഷണത്തിലേക്ക് കഴിഞ്ഞു വരുന്നിടം വരെ അദ്ദേഹം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. പിന്നെ PC ജോർജ് ഇവിടെ ഇന്നൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. NCPക്ക് ഇനി ഒരു PC ജോർജ് ഇവിടെ ഇന്നൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടു പല ചാനലിലും. NCPക്ക് ഇനി ഒരു മന്ത്രി ഉണ്ടാവില്ല.
ആ NCPക്ക് അങ്ങനെ ഒരു മന്ത്രി വന്നാൽ അതിനെ പുള്ളി ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. NCPക്ക് ഇനി ഒരു മന്ത്രി ഉണ്ടാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ പാർട്ടിയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിന് PC ജോർജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. PC ജോർജിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. NCPക്ക് അതിനുള്ള ആർജവമുണ്ട്. ഞങ്ങൾ അതിനുള്ള മന്ത്രി ഉണ്ടെങ്കിൽ അത് മന്ത്രി വന്നിരിക്കും. താങ്കൾ പറഞ്ഞു വരുന്നത്, അതായത് ഇതിന്റെ ആരോപണം വന്നിരിക്കുന്നു, അതിന്റെ വിവിധ വശങ്ങൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ധാർമ്മികത എന്ന മൂല്യം മുൻനിർത്തി അതിന്റെ യുക്തമായ തീരുമാനം താങ്കളുടെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയുടെ മന്ത്രിയും കൈക്കൊള്ളും എന്ന ഉറച്ച വിശ്വാസമാണോ ശ്രീ മാണി സി കാപ്പൻ പുലർത്തുന്നത്? ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ശരി, വളരെയധികം നന്ദി ശ്രീ മാണി സി കാപ്പൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ധാർമ്മികത മുൻനിർത്തി ഈ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്, അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നിലവിൽ ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നു, അത് സർക്കാരിനെയും മുന്നണിയെയും യാതൊരു വിധത്തിലും ബാധിക്കാതിരിക്കാൻ ധാർമ്മികത മുൻനിർത്തി യുക്തമായ തീരുമാനം ആ പാർട്ടിയും മന്ത്രിയും എടുക്കുമെന്ന് അദ്ദേഹം മന്ത്രിയുടെ പാർട്ടിയുടെ നേതാവ് കൂടിയായ ശ്രീ മാണി സി കാപ്പൻ ഉറപ്പു നൽകിയിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഏകദേശം ആ വഴിക്ക് തന്നെയാണ് സംസാരിച്ച് എത്തുന്നത്. അതിൽ ധാർമ്മികത മുൻനിർത്തി ഒരു പക്ഷേ അതിന്റെ യുക്തമായൊരു തീരുമാനത്തിലേക്ക് NCPയും മന്ത്രി AK ശശീന്ദ്രനും നീങ്ങും എന്ന് തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് മാണി സി കാപ്പൻ പറയുന്നതിന് മുമ്പ് തന്നെ അത്തരം ഒരു നിഗമനത്തിൽ എത്തിയ ഒരാളാണ് ഞാനത് തുറന്ന് പറയുകയും ചെയ്തതാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് സത്യത്തിൽ ഇത്ര എളുപ്പം അതിനെ സംബന്ധിച്ച് നടപടികൾ വരുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലമുണ്ട്. അത് നിലനിർത്തുന്ന, അത് ഉയർത്തിപ്പിടിക്കുന്ന കൊടിക്കൂറ വിളംബരം ചെയ്യുന്ന മൂല്യങ്ങളുടെ ബോധമുണ്ട്. അത്തരം ഒരു മൂല്യബോധത്തിന്റെ പശ്ചാത്തലത്തിൽ AK ശശീന്ദ്രന് രാജി സമർപ്പിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി മുമ്പ് PJ ജോസഫിൽ നിന്ന് എഴുതി വാങ്ങിയത് മാതിരി തന്നെ വാങ്ങാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഓരോ മുന്നണികൾക്കും ഓരോ സിഗ്നിഫയിങ് നേച്ചർ ഉണ്ട്. അത് മനുവിന് അറിയാമല്ലോ. ഒരു മുന്നണി എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് അതിന്റെ പ്രസ്താവനകളിലൂടെ. അത്തരം ഒരു സിഗ്നിഫയർ പൊസിഷൻ എടുത്താൽ UDF ഉമ്മൻചാണ്ടിയും പുറത്തേക്ക് വിട്ടത് രാജിവെക്കില്ല എന്നതാണ്. എന്ത് വന്നാലും രാജിവെക്കില്ല. അത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകേടാണ്. എന്നിട്ടും അതേ മന്ത്രി തന്നെ, അതേ മുഖ്യമന്ത്രി തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ആകണമെന്ന് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ജനതയാണ് കോൺഗ്രസിന്റെ. അതുകൊണ്ടാണ് അത് BJPയിലേക്ക് പോകാനും തയ്യാറാവുന്നത്. അത്തരം ഒരു ഗതികളൊന്നും ഇടതുപക്ഷത്തിന് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം നിലനിർത്തിയിരിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശശീന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ രാജി വിളംബരം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കമുള്ള തെളിവുകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്വാഭാവിക ഗതിയിൽ ആലോചിക്കാൻ കഴിയുക. അങ്ങനെയല്ലെങ്കിൽ അത് ശശീന്ദ്രന്റെ പാർട്ടിക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിന് തന്നെ അത് ഗുണകരമായ ഒരു കാര്യമായിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഒരുപക്ഷെ ഇതിനകത്തൊരു മാധ്യമ വാർത്തയെ തുടർന്നാണ് ഈ നടപടി വരുമ്പോൾ ഒരു മാധ്യമ ചർച്ച കൂടി സ്വാഭാവികമായും ഇതിൽ ഉയർന്നു വരേണ്ട സാഹചര്യം എന്തായാലും വരും. നമ്മൾ ആ വാർത്തയുടെ ഗൗരവം ഒട്ടും കുറച്ച് കാണുന്നില്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഒരു ചാനൽ അവരുടെ ഉദ്ഘാടന ദിവസം വലിയൊരു സ്കൂപ്പ് പുറത്തുവിടുന്നു, അത് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ സംഭാഷണത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്സിംഗ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? കാരണം ഒരുപാട് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കണ്ട ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അതിനകത്ത് അതിന്റെ സംപ്രേഷണ ഗുണത്തെയോ വൈകല്യത്തെയോ കുറിച്ചല്ല, മറിച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന ഈ തെളിവിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന പൊസിഷൻ അവരെടുത്തിട്ടുണ്ട്. അവരുടെ സിഇഒയെ തന്നെ വിളിച്ച് ഞാനത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി സാധ്യമാണ്. അങ്ങനെ വരുമ്പം അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയിക്കേണ്ടതായി എന്തെങ്കിലും ഞാൻ കാണുന്നില്ല. പിന്നെ ഇത് തെളിവെല്ലാം ലഭിച്ച് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എടുക്കേണ്ട നടപടിയല്ല, അങ്ങനെ ഒരു നടപടിയല്ല ഇത്. മറിച്ച് മന്ത്രി അദ്ദേഹത്തിന് മാറി നിന്നുകൊണ്ട് ഇത് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടാൽ തിരിച്ചു വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ ജോസഫിന്റെ കാര്യത്തിൽ. അങ്ങനെ അതാണ് അതിന്റെ രീതി. അവിടെ മറ്റൊന്നുകൂടിയുണ്ട്. നേരത്തെ നമ്മൾ പ്രതിപക്ഷത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താങ്കൾ കേൾക്കുകയും ചെയ്തിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു ആരോപണം വരുമ്പോൾ നമുക്കറിയാം സമീപകാലത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ ഉയർത്താൻ കഴിയുന്ന ഒരു ആയുധമായി മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഏത് പ്രതിപക്ഷത്തെ കുറിച്ചാണ് മനു പറയുന്നത്? മാണിയോട് ചോദിച്ചാൽ മാണി സാർ പറയും ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ആ ചോദ്യം ചോദിച്ചത്. അതെ, കാര്യം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ഇരിക്കുന്നത്. ഇന്നലെ വരെ കവറിട്ടു, പിന്നെ നാളെ കാവി ഇടണോ വേണ്ടയോ എന്ന തർക്കത്തിൽ മാത്രമാണ് ഈ പ്രതിപക്ഷം നിൽക്കുന്നത്. എന്തിന്? പുതിയ പ്രസിഡന്റായി അവരോധനായ അദ്ദേഹം ആദ്യമായി പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അണികളെ സുസജ്ജമാക്കുക എന്നാണ് അടിയന്തര കടമ. എന്ന് പറഞ്ഞാൽ അണികൾ അങ്ങനെ ചിതറിത്തെറിച്ച് കിടക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെ വരുമ്പം സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സർക്കാർ നേരിട്ട ധാർമ്മിക സദാചാര രംഗങ്ങളിൽ അവർ പുലർത്തിയ അശുദ്ധി ഉണ്ടല്ലോ, അശുദ്ധി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. വെച്ചാൽ കണി കണ്ടുണർന്നുകൂടാത്ത ആളുകൾ, കണി കണ്ടാൽ ഗതി കിട്ടാത്ത ആളുകളായി അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ സേനാ അംഗങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 22 സീറ്റ് എന്ന നനഞ്ഞ അവസ്ഥയിലേക്ക് പൊട്ടാത്ത പടക്കം മാറിയത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് പ്രതിപക്ഷം? അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ എന്നല്ല, കുരച്ചാൽ എന്നാണ് പറയേണ്ടത്. അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. പറഞ്ഞാൽ ആര് ശ്രദ്ധിക്കാം? ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൂ. ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അതിനെതിരെ നടപടിയും വരുന്നുണ്ട്. ഒരു വ്യത്യാസം UDF-ന്റെ കാലത്ത് നടക്കുന്നുണ്ട്, പക്ഷെ നടപടി വരില്ല. ഈ വ്യത്യാസമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണ സംവിധാനം, അതൊക്കെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഉറപ്പായി ഞാൻ പറഞ്ഞത്. അവരുടെ നേതാവ് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, രാജിയല്ലാതെ വേറെ വഴിയില്ല. 3 മണിക്ക് അദ്ദേഹം രാജി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിനായി കോഴിക്കോട് വന്നിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീ AK ശശീന്ദ്രൻ, ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ എന്നെ ഒരു ആവശ്യത്തിന് സമീപിച്ച ഒരു